എല്ലാവർക്കും ഹായ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. 2025 വന്നിരിക്കുകയാണ്. അപ്പോൾ 2024 ഏതാണ്ട് മലയാളത്തിലെ 228 സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മലയാളത്തിൽ 228ഓളം സിനിമകൾ റിലീസായതിൽ ഞാൻ കണ്ടത് 37ഓളം സിനിമകളാണ്. 37ഓളം സിനിമകൾ, അതിൽ ഏതാണ്ട് 21ഓളം സിനിമകൾ തിയേറ്ററിൽ നിന്നും ബാക്കി സിനിമകൾ ഞാൻ OTTയിൽ നിന്നുമാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ഞാൻ പേഴ്സണലി ഒരു അവാർഡ് കൊടുത്താൽ ഈ പറയുന്ന 10 സിനിമകളായിരിക്കും ആ ബെസ്റ്റ് സെലക്ഷനിൽ വരുന്നത്. ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സിനിമയായിരിക്കും എൻ്റെ കണ്ണിൽ ബെസ്റ്റ് ഫിലിം അവാർഡ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നോക്കാം ഏതൊക്കെ സിനിമയാണ് ആ 10 സ്ഥാനത്തുള്ളതിൽ. 228 ഞാൻ കണ്ട 37 സിനിമകളിൽ ടോപ്പ് 10 മലയാളം ഫിലിംസ് ഓഫ് 2024 നോക്കാം. അപ്പോൾ നമുക്ക് 10ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് പോകാം. എൻ്റെ അഭിപ്രായത്തിൽ 10ാം സ്ഥാനത്ത്, ആദ്യത്തെ ബെസ്റ്റ് 10 ഫിലിംസിൽ 10ാം സ്ഥാനത്ത് ഞാൻ കൊടുക്കുന്നത് ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ARM അജയൻ്റെ രണ്ടാം മോഷണം. 3Dയിൽ വന്ന സിനിമയാണ്, തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും 3D മോശം എന്നൊക്കെ പറഞ്ഞു, അത് സ്ക്രീനിൻ്റെ മുന്നിലൊക്കെ പോയിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അജയൻ്റെ രണ്ടാം മോഷണം നല്ല 3D നല്ലൊരു ഫിലിമാണ്, നല്ലൊരു അറ്റംപ്റ്റാണ്. പിന്നെ അതേപോലെ നല്ല ഒരു ക്യാമറ വർക്ക്, മൊത്തത്തിൽ ടെക്നിക്കലി ബെസ്റ്റ് ഫിലിമാണ്. അതുപോലെ ടൊവിനോ എന്ന് പറയുന്ന നടൻ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫിലിമായിട്ടും ഈ സിനിമയെ കണക്കാക്കാം. അങ്ങനെ 10ാം സ്ഥാനത്ത് അജയൻ്റെ രണ്ടാം മോഷണം. 9ാം സ്ഥാനത്ത് ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്ത അഞ്ചക്കള്ളക്കൊക്കൻ. അഞ്ചക്കള്ളക്കൊക്കൻ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല. അഞ്ചക്കള്ളക്കൊക്കൻ ഞാൻ തിയേറ്ററിൽ നിന്നല്ല കണ്ടത്, എൻ്റെ വീട്ടിലെ 4K മോണിറ്ററിൽ നിന്നാണ്. 4K എന്ന് പറയാൻ കാരണം ഞാൻ മൊബൈൽ സ്ക്രീനിൽ OTT ഫിലിംസ് കാണാറില്ല. ഞാൻ ബെസ്റ്റ് ക്വാളിറ്റിയിൽ 4K മോണിറ്ററിലും 5.1 സ്പീക്കർ സിസ്റ്റത്തിലുമാണ് സിനിമ കാണുന്നത്. അപ്പോൾ ഒരു സിനിമയുടെ ബെസ്റ്റ് വെർഷൻ തന്നെയാണ് ഞാൻ തിയേറ്ററിലായാലും വീട്ടിലായാലും കാണുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ റിവ്യൂ പറയുന്നത്. അത് പ്രത്യേകം പറയേണ്ടതാണ്. ഒരിക്കലും നമ്മൾ മൊബൈൽ സ്ക്രീനിലോ അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിലോ പോയിരുന്നു കൊണ്ട് ഒരു സിനിമയുടെ റിവ്യൂ പറയുന്നത് ശരിയായൊരു പരിപാടിയല്ല. ഒരു സിനിമയുടെ യഥാർത്ഥ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ കുറച്ച് വലിയൊരു സ്ക്രീനിൽ തന്നെ കാണണം. അപ്പോൾ ഞാൻ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഫിലിംസ് കാണുന്നത്. അതും കൂടെ ഈ വേളയിൽ പറഞ്ഞുകൊള്ളുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അഞ്ചക്കള്ളക്കൊക്കൻ 9ാം സ്ഥാനത്ത് ഞാൻ നിർത്തുകയാണ്. സംവിധാനം ഉല്ലാസ് ചെമ്പൻ. ഉല്ലാസ് ചെമ്പൻ്റെ അഞ്ചക്കള്ളക്കൊക്കൻ ഒരു എല്ലാവർക്കും ദഹിക്കുന്ന ഒരു സിനിമയല്ല, എങ്കിൽ പോലും ഒരു വൻ എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ടായാലും പിക്ചർ ക്വാളിറ്റി ആയാലും ക്യാമറ വർക്കായാലും പിന്നെ അതിൽ ആക്ഷൻ സീനുകളായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പടം തുടങ്ങുന്നത് മുതൽ തീരുന്നവരെ ആവശ്യത്തിന് ഒരു ചെറിയൊരു കഥയും ചെറിയൊരു സസ്പെൻസും മറ്റു കാര്യങ്ങളും എല്ലാമുള്ള ഒരു നിറവുള്ള നല്ലൊരു അനുഭവമായിരുന്നു അഞ്ചക്കള്ളക്കൊക്കൻ. ഇനി 8ാം സ്ഥാനത്ത് സംശയം വേണ്ട, ഇപ്പോൾ നമ്മുടെ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാളത്തിലെ ഏറ്റവും മോസ്റ്റ് വയലൻറ്റ്, ബ്രൂട്ടൽ ആൻഡ് ദ ടെറിഫൈങ് ആക്ഷൻ മൂവി ആയിട്ടുള്ള മാർക്കോ തന്നെയാണ് 8ാം സ്ഥാനത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ ആണ് 8ാം സ്ഥാനത്ത്. സിനിമയെപ്പറ്റി കൂടുതൽ പറയേണ്ട, ഇപ്പോൾ പലരും കാണുന്നുണ്ട്. അഡൽട്ട്സ് ഉള്ളി ഫിലിമാണ്. അതിലെ 1-2 കാര്യങ്ങൾ എനിക്ക് അത്ര ദഹിച്ചില്ല. അതിൻ്റെ എൻഡിങ് പോർഷനിലുള്ള കുറേ രംഗങ്ങൾ, ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു എൻഡിങ് പോർഷനിലുള്ള പോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് അത്ര തൃപ്തി വന്നില്ല. പക്ഷേ സിനിമ എക്സ്ട്രാ ഓർഡിനറിയാണ്. നാഷണൽ അല്ല, ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഒരു കിടിലം ആക്ഷൻ ഫിലിം തന്നെയാണ് മാർക്കോ. എല്ലാവരും നാഷണൽ ലെവൽ എന്ന് പറഞ്ഞ് ഒതുക്കുകയാണ്. ഒരിക്കലുമല്ല, ഇൻ്റർനാഷണൽ ലെവലിൽ പോലും നടത്താൻ പറ്റുന്ന ഒരു ആക്ഷൻ സീനുകളുള്ള ഒരു സിനിമയാണ് മാർക്കോ. ടെക്നിക്കൽ പെർഫെക്ഷനും അങ്ങനെ തന്നെ. അപ്പോൾ 7ാം സ്ഥാനത്ത് വേറെ സിനിമയൊന്നുമല്ല, നമ്മളെല്ലാം ഒരു വെറൈറ്റി പരീക്ഷണമായി മലയാളത്തിൽ കരുതുന്ന ഭ്രമയുഗം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗമാണ്. മമ്മൂട്ടി നായകനായി നമ്മളെ ഞെട്ടിക്കുന്ന പ്രകടനം, ഞെട്ടിക്കുന്ന വർക്ക്, പിന്നെ അതേപോലെ ഒരു വൻ തിയേറ്റർ എക്സ്പീരിയൻസ്. തിയേറ്ററിലാണ് കണ്ടത്. കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ തരത്തിലും ഒരു കിടുകിടില എക്സ്പീരിയൻസ്. ഭ്രമയുഗത്തിനെ പറ്റി കൂടുതൽ പറയേണ്ട, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹൊറർ പരീക്ഷണമായിരുന്നു ഭ്രമയുഗം. അങ്ങനെ 6ാം സ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് വന്ന ഒരു ചെറിയ ഫിലിമായി നമുക്ക് തോന്നുന്ന മുറ എന്ന് പറയുന്ന സിനിമ. മുറ ഒരു നല്ലൊരു ആക്ഷൻ ഫിലിമായിരുന്നു. സുരാജും പിന്നെ ഒരു 4-5 പയ്യന്മാരും ചേർന്ന് പെർഫോം ചെയ്യുന്ന ഒരു പടമാണ്. നല്ലൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്തു. സിനിമ കണ്ട് തീരുന്നപ്പോൾ തന്നെ ഒറ്റ ഇരിപ്പിലിരുന്ന് ശ്വാസം അടക്കി പിടിച്ച് കാണാൻ പറ്റിയ ഒരു ഉഗ്രൻ ലോ ക്വാളിറ്റി ത്രില്ലർ. ലോ ക്വാളിറ്റി മീൻസ് അതായത് ടെക്നിക്കലി മാർക്കോ പോലൊരു ഹൈ ലെവൽ ത്രില്ലർ അല്ല, ഒരു സാധാരണ ഒരു ത്രില്ലർ. മുഹമ്മദ് മുസ്തഫയാണ് സംവിധാനം. മുഹമ്മദ് മുസ്തഫയുടെ മുറയാണ് ഞാൻ 6ാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തിയേറ്ററിലും അല്ലാതെയും എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ന്യൂജൻ പ്രണയകഥ പ്രേമലു ആണ് 5ാം സ്ഥാനത്ത്. അത് ഞാൻ കൊടുക്കാൻ കാരണം ക്ലാസ് പടത്തിൻ്റെ ഇടയിൽ എന്തുകൊണ്ട് ഒരു കൊമേർഷ്യൽ സിനിമ കയറ്റി എന്ന് പറഞ്ഞാൽ, എൻ്റെ കണ്ണിൽ സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് മനസ്സിൽ ഒരു പ്രത്യേകതരം ഇമോഷണൽ ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നൊരു സിനിമയായിരിക്കണം. ഒരു ആർട്ടിസ്റ്റിക് ആയാലും പ്രശ്നമില്ല, ഇമോഷണലി ഭയങ്കരമായ മൂവ് ചെയ്യുന്ന ഒരു ഫിലിമായിരിക്കണം. അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ എൻ്റർടൈനർ ആയിരിക്കണം. സിനിമ പൈസ കൊടുത്ത് തിയേറ്ററിൽ കയറിയാൽ ഒരു തരത്തിലും ബോറടിക്കാത്ത രീതിയിൽ കണ്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് ആയിരിക്കണം. അപ്പോൾ ഞാനീ പറയുന്ന ലിസ്റ്റിൽ മാസും ക്ലാസും അതുപോലെ കൊമേർഷ്യൽ എലമെൻസും എല്ലാം ഉള്ള എല്ലാ ടൈപ്പ് ഫിലിംസും ചേർത്ത ഒരു ലിസ്റ്റാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ പ്രേമലു തന്നെ ഈ വർഷത്തെ ഏറ്റവും നല്ല എൻ്റർടൈനറുകളിൽ ഒന്ന്, സംശയമില്ല, ആർക്കും സംശയമുണ്ടാകില്ല. അപ്പോൾ 5ാം സ്ഥാനത്ത് പ്രേമലു, ഗിരീഷ് ഏടിയാണ് സംവിധാനം. പ്രേമലു 5ാം സ്ഥാനത്തെങ്കിൽ 4ാം സ്ഥാനത്ത് 4ാം സ്ഥാനത്ത് എത്ര പേർ അംഗീകരിക്കുമെന്നറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ 4ാം സ്ഥാനത്ത് ഞാൻ നടത്തുന്ന സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ് 4ാം സ്ഥാനത്ത്. ടൊവിനോ അഭിനയിച്ച അല്ലെങ്കിൽ ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ് 4ാം സ്ഥാനത്ത്. ഏറ്റവും നല്ല സിനിമകളിൽ 4ാം സ്ഥാനത്ത്. കാരണം സിനിമ നല്ലൊരു വെറൈറ്റി പരീക്ഷണമായിരുന്നു. വളരെ ക്ലാസ് ലെവലിൽ മൂവ് ചെയ്യുന്ന, നീറ്റായിട്ട് തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു മാന്യത പുലർത്തി കൊണ്ടുപോയ ഒരു കഥയും തിരക്കഥയും മറ്റ് കഥാപാത്രങ്ങളും എല്ലാവരും വളരെ അച്ചടക്കത്തോടെയുള്ള ഒരു പാറ്റേൺ ആയിരുന്നു ആ സിനിമയ്ക്ക്. അതിൻ്റെ ക്ലൈമാക്സ് പലർക്കും ദഹിക്കത്തില്ല. അത് ചില ആളുകൾക്ക് അത് അത്ര വിജയിക്കുന്ന നടനും ഒക്കെയുള്ള ഒരിതല്ല, അത്ര പെർഫെക്റ്റായിട്ട് ചില ആളുകൾക്ക് ഫീൽ ചെയ്യില്ല. എനിക്കത് ഓക്കെ ആയിരുന്നു. എനിക്ക് മേക്കിംഗ് ആയാലും എല്ലാ തരത്തിലും അത് വളരെ മാന്യത പുലർത്തിയ ഒരു സിനിമയായി തോന്നി ഡാർവിൻ കുര്യാക്കോസിൻ്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും. അങ്ങനെയെങ്കിൽ ഇനി അവസാനത്തെ 3 സ്ഥാനങ്ങളിൽ ഏത് സിനിമകളായിരിക്കും? 3ാം സ്ഥാനത്ത് സ്റ്റേറ്റ് അവാർഡുകളും നാഷണൽ അവാർഡുകളും ഒക്കെ നേടിയ ആനന്ദ് ഏകർഷിയുടെ ആട്ടം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ അത് ഒരു മാസ് ഫിലിമായിട്ട് പറയാൻ പറ്റില്ല, ഒരു കൊമേർഷ്യൽ എൻ്റർടൈനറായിട്ട് പറയാൻ പറ്റില്ല. അതൊരു സ്പെസിഫിക് പാറ്റേണിലുള്ള ഒരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, പക്ഷേ അതും ക്ലൈമാക്സ് തൃപ്തികരമാവാൻ ചാൻസ് ഇല്ല. എങ്കിലും എനിക്കതൊരു പെർഫെക്റ്റ് മൂവിയായിരുന്നു. മീൻസ് അതൊരു ഇമോഷണൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊമേർഷ്യൽ അല്ല, അതൊരു ഇമോഷണൽ അപ്പീൽ തന്ന ഒരു ഫിലിമായിരുന്നു. വളരെ ക്ലാസ്, നീറ്റായിട്ട് പോകുന്ന കുറച്ച് കഥാപാത്രങ്ങളുള്ള ഒരു ഒതുങ്ങിയ സിനിമ. പക്ഷേ അത് പറയുന്ന വിഷയം അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു പെണ്ണിൻ്റെ മനസ്സായിരുന്നു ആ സിനിമ. അതിൻ്റെ ക്ലൈമാക്സ് ഉൾപ്പെടെ ഒരു പെണ്ണിൻ്റെ കണ്ണിലൂടെ നമ്മൾ കണ്ടാൽ ആ സിനിമയുടെ പവർ എത്രയാണെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ളൊരു സിനിമയായിരുന്നു. 3ാം സ്ഥാനത്ത് ആട്ടം, ആനന്ദ് ഏകർഷിയുടെ ആട്ടം. 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്തും, അതായത് ഏറ്റവും ബെസ്റ്റ് ഫിലിംസിൽ ഈ വർഷത്തെ 2ാം സ്ഥാനത്ത് ഞാൻ കൊടുക്കുന്ന സിനിമ കിഷ്കിന്ധാകാന്ഡം ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്ധാകാന്ഡമാണ് ഞാൻ 2ാം സ്ഥാനത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് കിഷ്കിന്ധാകാന്ഡം? പല ആളുകൾക്കും അത്ര ദഹിക്കുന്ന ഒരു സിനിമയല്ല. അതും ഒരു പ്രത്യേക പാറ്റേണാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പാറ്റേണിൽ നോക്കിയാൽ അത് സംവിധായകൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ എന്താണോ ഉദ്ദേശിച്ചത് അത് വളരെ മാന്യതയോടെ, യാതൊരു വലിയ തെറ്റുകളൊന്നുമില്ലാതെ വളരെ നീറ്റായിട്ടുള്ള പെർഫോമൻസ്, ക്യാമറ, മറ്റ് കാര്യങ്ങളൊക്കെ എന്തോ ആ സിനിമയിൽ ഒരു പ്രത്യേകതരം ഒരു മൂഡുണ്ട്. നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി മൂവ് ചെയ്താൽ നമുക്ക് ആ സിനിമയുടെ യഥാർത്ഥമുള്ള ഇത് കിട്ടും. പ്രത്യേകിച്ച് ഒരു എന്ത് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യം പോലുള്ള സിനിമ കുറച്ചുകൂടെ കൊമേർഷ്യലായി എടുക്കുമ്പോൾ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും. പക്ഷേ ഈ സിനിമ കുറച്ച് തണുത്തൊരു സിനിമയാണ്. അത് എല്ലാവർക്കും അതൊരു എൻ്റർടൈനറായിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ എന്തോ അത് ഡീൽ ചെയ്യുന്ന വിഷയം, അത് എഴുതിയിരിക്കുന്ന പാറ്റേൺ, സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കരമാണ്, കിടിലമാണ്. മേക്കിംഗ് സൂപ്പറാണ്, നല്ല പെർഫോമൻസുകളാണ്. വിജയരാഘവൻ്റെയൊക്കെ ഏറ്റവും കിടിലം പെർഫോമൻസുകളാണ്. ഈ വർഷത്തെ ഏറ്റവും നല്ല പെർഫോമൻസുകളിലൊന്ന് ഈ സിനിമയിലെ വിജയരാഘവൻ്റെ പെർഫോമൻസാണ്. പുള്ളിക്കാരൻ ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. അപ്പോൾ അതാണ് 2ാം സ്ഥാനത്ത്. ഇനി 1ാം സ്ഥാനത്ത് ദ ബെസ്റ്റ് പിക്ചർ ഓഫ് 2024 എന്ന് ഞാൻ പറയുന്ന മലയാള സിനിമ വേറൊന്നുമല്ല, ഉള്ളൊഴുക്ക്. ഉർവശിയും പാർവതിയും പ്രധാന കഥാപാത്രങ്ങളായി വന്ന ക്രിസ്റ്റോൺ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ. അതെന്തോ ആ സിനിമ ആ രീതിയിൽ കണ്ടവർക്ക് അത് മനസ്സിലാകും. അത് എന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഞാൻ ഞെട്ടാൻ കാരണം ഇന്ന് വരെ ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ലാത്ത അത്രയും ഭയങ്കരമായി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അവതരണം. അതിനേക്കാൾ ഉപരി ഉർവശിയുടെയും
പാർവതിയുടെയും ആ ഒരു പെർഫോമൻസ്, ആ രണ്ടുപേരും ഫുൾ കരച്ചിലും പിഴിച്ചിലൊക്കെ ആണെങ്കിലും അത് ഇന്ന് വരെ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ രണ്ടുപേർ അഭിനയിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. മലയാളത്തിൽ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. ആ സിനിമയുടെ വിഷയവും അങ്ങനെയാണ്, അത് എടുത്തിരിക്കുന്ന രീതി അങ്ങനെയാണ്. രണ്ടുപേരുടെയും പെർഫോമൻസ് കൈയടി നേടുന്നു. അങ്ങനെ നോക്കിയാൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച അഭിനേത്രി ഉർവശിയും പാർവതിയും ഒരേപോലെ ഞാൻ പറയും. അവാർഡ് കിട്ടിയത് ഉർവശിക്കാണ്. പക്ഷേ ഞാൻ പാർവതിയും ഉർവശിയും ഒരേ ത്രാസിൽ നിർത്തും, ഒരേപോലെ നിർത്തും. രണ്ടുപേരും, ഉർവശിക്ക് ഇത് പുത്തരിയല്ല, പക്ഷെ പാർവതി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയായ നടിക്ക് ഇതൊരു മഹാസംഭവം തന്നെയാണ്. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിന്ന് അഭിനയിച്ച ഒരു സിനിമ. പിന്നെ അതിലെ ഞെട്ടിക്കുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. ഈ വെള്ളപ്പൊക്കം പോലുള്ള കുറേ രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ എടുത്തു എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അത് എല്ലാ തരത്തിലും ഞാനിങ്ങനെ അതിലങ്ങ് കയറി ഇരുന്ന് കണ്ട ഒരു സിനിമയാണ്. സ്ത്രീകളുടെ വിഷയമാണെങ്കിൽ പോലും എനിക്ക് വളരെ വളരെ ഇഷ്ടമായി. 1-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും സ്ത്രീകളുടെ സിനിമകളാണ് വന്നിട്ടുള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമല്ല, അവതരണം അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ അതാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച എൻ്റെ മനസ്സിലെ 10 സിനിമകൾ. ദ ബെസ്റ്റ് പിക്ചർ ഉള്ളൊഴുക്ക്, 2-ാം സ്ഥാനം കിഷ്കിന്ധാകാന്ഡം, 3-ാം സ്ഥാനം ആട്ടം. ഇനി ഈ വർഷം വേറെ സിനിമകളില്ല എന്നല്ല, ഇനി സ്പെഷ്യലായി ഞാൻ കുറേ സിനിമകൾ ഈ വർഷം എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ ചില സിനിമ, ഞാനൊരു 20 സിനിമകളുടെ ലിസ്റ്റ് എടുത്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ സിനിമകൾ കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താമായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് സിനിമകളൂടെ ഞാനിവിടെ പറയാം. തീർച്ചയായും നിങ്ങളെല്ലാം വിചാരിക്കും എന്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന സിനിമ ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ല എന്നൊരു ചോദ്യം ഉണ്ടാകും. അത് വേറെ ഒന്നും ആയിരിക്കില്ല, ആടുജീവിതം. ബ്ലസ്സിയുടെ ആടുജീവിതം തന്നെയാണ് ഏറ്റവും ഇതിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്ന ഒരു സിനിമ. പക്ഷേ ആടുജീവിതം നോവൽ, ബെന്യാമിൻ്റെ ആടുജീവിതം നോവൽ വായിച്ച എനിക്ക് അതിൻ്റെ ഒരു 50% പോലും ഫീല് ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയില്ല. സിനിമ മാത്രം കണ്ട ഒരാൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. വർക്കൊക്കെ ഭയങ്കരമാണ്, എല്ലാം ഓക്കെ. പക്ഷേ ഇമോഷണലി ആ ആടുജീവിതം എന്നുള്ള ആ ചെറിയ നോവലിൽ കിട്ടുന്ന ആ ഒരു ഫീലിൻ്റെ ആ ഒരു 50% പോലും എനിക്ക് ഇതിൽ കിട്ടിയില്ല. പിന്നെ അടുത്ത ഒരു നല്ല സിനിമ, എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് ഭരതനാട്യം. ഭരതനാട്യം എന്ന് പറയുന്നത് നമ്മുടെ സൈജു കുറുപ്പൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അറിയാം എല്ലാവർക്കും, ചെറിയൊരു സിനിമയാണ്. വളരെ എൻ്റർടൈനറായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ക്ലീൻ വർക്ക്, ഒരു ഫാമിലി എൻ്റർടൈനർ, കോമഡി ഫാമിലി എൻ്റർടൈനറായിട്ടുള്ള ഭരതനാട്യം. പിന്നെ ടർബോ, മമ്മൂട്ടിയുടെ ടർബോ ഒരു നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു. ഒരുപാട് പേര് അതിനെതിരൊക്കെ വന്നിട്ടുണ്ട്. വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ ഒരു ഉഗ്രൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ബോഗെയിൻവില്ലെ സസ്പെൻസ് ത്രില്ലർ കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്ന മറ്റൊരു അമൽ നീരദ് സിനിമയാണ് ബോഗെയിൻവില്ലെ. അതും തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. വളരെ നല്ലൊരു സിനിമ തന്നെയാണ്, സംശയമില്ല. പിന്നെ നമ്മളെ ടൊവിനോ ഇടയ്ക്ക് അഭിനയിച്ച നടികർ എന്നൊരു സിനിമ വന്നിരുന്നു. നടികർ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. വളരെ നല്ലൊരു സിനിമയായിരുന്നു. എന്തുകൊണ്ടത് OTT പോലും റിലീസായിട്ടില്ല. പടം 8 നിലയിൽ പൊട്ടി. 1-ാമത്തെ ദിവസം പോലും 5-10 പേരെ തിയേറ്ററിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയാണ്. എനിക്കതിൻ്റെ ക്ലൈമാക്സ് ഒഴികെ അതൊരു വളരെ നല്ലൊരു സിനിമ, മികച്ച സിനിമ ആയിട്ട് എനിക്ക് തോന്നി. നല്ലൊരു കണ്ടൻറ്റും ഒരു അവതരണവും. ലാൽ ജൂനിയറാണ് സംവിധാനം. അതൊരു നല്ലൊരു സിനിമയായിരുന്നു. പലരും എന്തോ കണ്ടില്ല, ആ സിനിമയെ ഗതി പിടിക്കാതെ പോയി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വേറൊരു സിനിമയുണ്ട്, സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. നമ്മുടെ രതീഷ് ശമ്പാട്ട് സംവിധാനം ചെയ്ത നമ്മുടെ ഇന്നാത്താം കേസോട് സിനിമയുടെ ഒരു സീക്വലായിട്ട് വരുന്ന ഒരു സിനിമയാണ്. സുരേഷനും സുമലതയും നമ്മുടെ 1000 കണ്ണുമായി ആട്ടോ ഓട്ടിക്കുന്ന പാർട്ടിയുടെ അവരുടെ ഒരു പ്രണയകഥ. അതൊരു പ്രത്യേക പാറ്റേൺ ആയിരുന്നു. അതിൻ്റെയും ക്ലൈമാക്സ് തിരിയാതെ പോയി. എനിക്ക് പോലും മനസ്സിലാകുന്നില്ല എന്താണ് കാണിച്ചതെന്നൊരു പിടിയും കിട്ടില്ല. അതുകൊണ്ടായിരിക്കാം പടം പൊട്ടിയത്. നല്ലൊരു ബഡ്ജറ്റിൽ വളരെ നീറ്റായിട്ടെടുത്ത ഒരു വർക്കായിരുന്നു ഈ നടികറും ഈ പറഞ്ഞ പോലെ സുരേഷിൻ്റെയും സുമലതയുടെയും കഥയും. ഇത് രണ്ടും വളരെ നല്ല ഒരു ഗ്രാൻഡായിട്ടുള്ള ഒരു മേക്കിംഗ് സംഭവമായിരുന്നു. പക്ഷേ ഒരു തരത്തിലും രക്ഷപ്പെട്ടില്ല. തിയേറ്ററിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത് ഫസ്റ്റ് ദിവസം. സുരേഷിൻ്റെയും സുമലതയുടെയും കാണാൻ 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ലൊരു സിനിമയായിരുന്നു. ഒരുപാട് നല്ല നല്ല സ്റ്റാൻഡേർഡ് കോമഡീസ് ഉണ്ട്. സുധീഷിൻ്റെയൊക്കെ നല്ല പെർഫോമൻസ് ഉണ്ടാകാനുള്ളൊരു സിനിമ. പിന്നെ അടുത്തൊരു സിനിമയാണ് കൽബ് എന്നൊരു സിനിമയുണ്ട്. ഒരു ലവ് സ്റ്റോറിയാണ്. ഡയറക്ടർ ഓർമ്മയില്ല. ഒരു നല്ല പാട്ടുകളും നല്ലൊരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ഉള്ള ന്യൂജൻ ലവ് സ്റ്റോറി ആണെങ്കിലും ഈ നല്ല ക്രിഞ്ചടിപ്പിക്കാത്ത വെറുപ്പിക്കാത്ത രീതിയിലുള്ള നല്ലൊരു ഫിലിമായിരുന്നു കൽബ്. പിന്നെ അടുത്തൊരു സിനിമയുണ്ട് പല്ലൊട്ടി 90s കിഡ്സ്. അതും നല്ലൊരു സിനിമയായിരുന്നു, പല്ലൊട്ടി 90s കിഡ്സ്. പിന്നെ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI. ഈ സിനിമകളെല്ലാം സ്പെഷ്യൽ മെൻഷനിൽ ഞാൻ പറയുന്നു. വളരെ നല്ല സിനിമകളായിരുന്നു. ഇതെല്ലാം എന്തോ പടം അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഏറ്റവും നല്ല സിനിമകളാണ്.